ഒരു കഥ சொல்லட்டுமா? ഒരു കഥ പറയാനുണ്ട്. ഒരുപക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ആളുകളുടെ പേരോ, ചില ആളുകളുടെ മുഖമൊക്കെ ഓർമ്മ വന്നേക്കാം. തികച്ചും സാങ്കല്പികം മാത്രം. ഈ കഥയിലെ ഒരു കഥാപാത്രവും ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. അങ്ങനെയുള്ള ഒരാളും ജീവിച്ചിരിപ്പില്ല. കഥയും കഥാസന്ദർഭവും എല്ലാം സാങ്കല്പികമാണ് എന്നുള്ളതാണ്. തുടങ്ങാം അല്ലേ? കേരളം എന്ന ഒരു കൊച്ചു ഗ്രാമം. സോറി, എന്തിനാ വെറുതെ. കേരളത്തിൽ ഒരുപാട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഇൻഫ്ലുവാണങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയുള്ള ഇൻഫ്ലുവാണങ്ങളിൽ നിന്നും ചില ആളുകളെയൊക്കെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരുപക്ഷെ പല ആളുകളുടെയും ഒരു ഡ്രീം തന്നെ ആ റിയാലിറ്റി ഷോയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ്. ആ റിയാലിറ്റി ഷോ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടാവും. ബിഗ് ലൂസ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. ഈ ബിഗ് ലൂസിലേക്ക് വരുന്ന ആളുകളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളും അറിയപ്പെടാത്ത ആളുകൾ പോലും ഈ പരിപാടിയിലേക്ക് വരാറുണ്ട്. പല ഇൻഫ്ലുവാണങ്ങളെയും നമ്മൾ ചിലപ്പോൾ അതിലൂടെയാകും കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞവരും നന്മയില്ലാത്ത ആളുകളൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ പങ്കെടുത്ത കുറച്ച് ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്. വീണ്ടും ചില ആളുകൾ തല പുകഞ്ഞ് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്, പിന്നെ മറ്റേ ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെയാണ് ഈ കഥയിലെ മെയിൻ കഥ തന്തു, തമ്പുരു, വിട്ടു, വാണമേ, സോറി, സാന, മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ വേണം നമുക്ക്. അതുകൂടാതെ തന്നെ ഒരു പുരുഷ കഥാപാത്രം വേണമെങ്കിൽ ആഡ് ചെയ്യാം. രണ്ടോ മൂന്നോ ആയിക്കോട്ടെ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, സിനിമ അല്ലേ, നമുക്ക് ആരെയാണെങ്കിലും ആഡ് ചെയ്യാലോ എന്നുള്ളതാണേ. ഓക്കെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്മാരുടെയും മനസ്സിനകത്ത് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വിമ്പലുകളും വെമ്പലുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ എന്തെങ്കിലും കോൺട്രവേഴ്സികളിലൊക്കെ പെടുന്ന സമയത്ത് ഞാൻ ബിഗ് ലൂസിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ആളുകൾ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രോ വേണ്ട, വെറുപ്പ് പണ്ടാറടങ്ങിയില്ലേ, ഇൻട്രോ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബിഗ് ലൂസിൽ കയറിയ ഒരു കപ്പിൾസ്. ഈ കപ്പിൾസ് ആ ബിഗ് ലൂസിന്റെ കവാടം തുറന്നകത്ത് കയറിയ നിമിഷം മുതൽ കോൺട്രവേഴ്സികളാണെന്നുള്ളതാണ്. അതായത് ഈ കപ്പിൾസ് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെയാണ് എന്നുള്ളതാണ്. ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് അതിലെ ആ ഒരു സ്ത്രീ കഥാപാത്രം, ആ കപ്പിൾസിലുള്ള സ്ത്രീ കഥാപാത്രം. മറ്റൊരാൾ സൈഡിലോട്ട് മുടിയൊക്കെ ചീകി നല്ല സുന്ദരക്കുട്ടപ്പനായി നടക്കുന്ന ആളാണ്. പക്ഷെ വാ തുറന്നാ പോയി എന്നുള്ളതാണ്. ഭയങ്കര ടെമ്പറാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അതിൽ തമ്മിൽ തല്ലിലും പിടിക്കലൊക്കെ ആയിട്ട് അതിൽ നിന്ന് ഔട്ടാവും. ഔട്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സത്യത്തിൽ ഈ വിഷയത്തിന് ആസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ആ സീസൺ കഴിഞ്ഞു. അതിന് മുൻപൊരു സീസൺ വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ചാച്ചിയുണ്ട് കേട്ടോ. ആ ഒരു ചാച്ചി സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന, വീണ് കിടക്കുന്ന ആളുകളെ, അത് തിരിഞ്ഞു നോക്കാത്ത ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എങ്ങനെയുള്ള ആളുകളെ സഹായിക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം സത്വമൊക്കെ മനസ്സിലാക്കി വരുന്ന ആളുകളില്ലേ, അങ്ങനെ സ്വന്തം സത്വം മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് അവര്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുന്നിൽ അവർക്കൊരു നല്ല ഇമേജും ഉണ്ട്, ഒരു കെട്ട ഇമേജും ഉണ്ട്. അങ്ങനത്തെ നല്ലൊരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് അവര്. വാ തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്ലാങ് ആണ്, ഒരു പ്രത്യേകതരം സംഗീതത്തിൽ ഒരു ഒഴുക്കിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഒരു രൂപം ഏകദേശം ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്, സിനിമയിലേക്ക് ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരുനിറമായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു 5 അടി 4 ഇഞ്ച് 3 ഇഞ്ചിന്റെ ഇടയിൽ ഹൈറ്റ് മതി. പിന്നെ ഉം, നന്നായി സംസാരിക്കണം, വാചാലമാവുന്ന സ്ത്രീ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോൾ ഈ എം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു രാസലഹരി അത് യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ കടക്കും. പക്ഷെ അതിലേക്ക് എത്താറായിട്ടില്ല. നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലെത്തിക്കുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിഗ് ലൂസിന്റെ ഒരു 5ഓ 6ഓ 7ഓ 8ഓ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമുക്ക് ചേർക്കാം എന്നുള്ളതാണ്. അതായത് റീസെന്റ് ആയിട്ട്, അതായത് ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ബിഗ് ലൂസിലേക്ക് നമുക്ക് പെടുത്താം എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കി അത് പിന്നീട് പോസിറ്റീവ് ഷെയ്ഡ് ആക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അവരും അതിലേക്ക് ചെല്ലുന്നു. പക്ഷെ അധികം ദിവസമൊന്നും അതിൽ നിൽക്കാൻ കഴിയുന്നില്ല. വലിയ രീതിയിലുള്ള ഫണ്ടൊക്കെയാണ് അവർക്ക് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. ഇനിയാണ് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഇന്റർവെൽ വരും. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ, ചായല്ലേ വെറുതെ കാണിച്ചത്, അതൊക്കെ അവിടെ വെക്കുക.
എന്നതിനകം ഇന്റർവെല്ലിന് ശേഷമുള്ള കാര്യങ്ങൾ. ഗൾഫിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. GCC കൺട്രിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഈ കഥയിലെ കഥാതന്തു എന്ന് പറയേണ്ടി വരും. മർമ്മപ്രധാനപ്പെട്ട സാധനം എന്നുള്ളതാണ്. ഈ ബിഗ് ലൂസിൽ നിന്നും പുറത്തു വരുന്ന ചില സെലിബ്രിറ്റികളായ ആളുകളെ ഗൾഫിലേക്ക് ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഈ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം അവർ വളരെ കൂളായിട്ട് പോകുന്നു. അവിടെ വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് ആ സൗഹൃദത്തിനിടയിലൂടെ നമ്മൾ ചില ഗോൾഡ് സ്മഗ്ലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ക്യാരക്ടർ ഒരുപക്ഷെ ലാലു ലക്സിനൊക്കെ കൊടുത്തു തന്നിട്ട് നന്നാവും വിചാരിക്കുന്നു. ആ ഒരു ക്യാരക്ടർ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരിത് പല വിധത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പല രീതിയിലും. തുടക്കത്തിൽ ഇതൊന്നും ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. തുടക്കത്തിൽ അവരിങ്ങനെ ചെറിയ രീതിയിലല്ലേ, ചെറിയൊരു സംഭവം എന്ന രീതിയിൽ ചെയ്യുന്നു. പിന്നീട് അവർക്കതൊന്നും ഒരിക്കലും പിന്മാറാൻ കഴിയാത്ത രീതിയിലേക്ക് അവരുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതേ കാര്യങ്ങളിലേക്ക് കയറി വരുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലെ ഒരു ക്യാരക്ടർ ജെനുവിൻ ആണ്, അറിയാതെ പെട്ടുപോകുന്നതാണ്. അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. പിന്നീട് അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ സാഹചര്യം സിനിമയിൽ പറയാം, ഇപ്പൊ പറയുന്നില്ല, ആ സാഹചര്യത്തിൽ അവർക്കിത് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. പക്ഷെ നിരന്തരമായിട്ട് ഭയങ്കര പ്രഷർ വരുന്നുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു സൈഡിലൂടെ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന്റെ കഥയാണല്ലോ. ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ചേച്ചി. ആ ഒരു ചേച്ചി പല കാര്യങ്ങളും നിരന്തരമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മെയിൻ ക്യാരക്ടറാണ് നമുക്ക്. ഞാൻ ശരിക്കും അത് നമ്മളെ ഊർവശി ചേച്ചീനെയൊക്കെയാണ് ആഗ്രഹിച്ചത്. ആ ഒരു ക്യാരക്ടർ അവരൊക്കെ ചെയ്ത് അടിപൊളിയാവും എന്നുള്ളതാണ്. അവർ ഭയങ്കരമായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ GCC രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അവരത് ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റൊരു യൂട്യൂബറും കൂടി ഉണ്ട് ഈ ഒരു കഥയിൽ. ആ ഒരു യൂട്യൂബർ ഒരു പക്ഷേ കുറച്ച് മസിലൊക്കെ ഉള്ള നമ്മളെ പോലെ ശക്തി ബുദ്ധിയും മറ്റേതൊക്കെ ഉള്ള ഒരാളാണ് ആവേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ടൊവിനോ തോമസിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയോ. ഓക്കെ, ഏതൊരു ക്യാരക്ടർ അയാളും ഈ ഒരു ചേച്ചിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ അവർക്കും കിട്ടുമ്പോൾ അവരും ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളൊക്കെ കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇങ്ങനെ വിമാനത്താവളം വഴി ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടും അവരൊന്നും ഇതിൽ മിണ്ടുന്നു പോലും ഇല്ല കേട്ടോ. അവർ മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചയിലും മറ്റുള്ള കാര്യങ്ങളിലൂടെ ഒഴുകി ഒഴുകി പോവാണ്. ഈ ചേച്ചി വിത്ത് എവിഡൻസ് ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വിടുന്നുണ്ട്. ഞാൻ ഇത്രക്ക് സ്വർണം കട്ടുകൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ട് അവർക്ക് ഞാൻ കൊടുത്തില്ല, അവരെന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവർ ചാനലിലൂടെ പറയുന്നുണ്ട് കേട്ടോ. ആ ക്യാരക്ടർ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും പോകില്ല. സിനിമയിൽ ഒരു പ്രത്യേകതരം ഒരു വൈബിലാണ് പോകുന്നത്. ഈ ഒരു എപ്പിസോഡിലൂടെ മൊത്തം പറഞ്ഞു തീർക്കാൻ കഴിയില്ല കേട്ടോ. ഏകദേശം 2.5-3 മണിക്കൂറുള്ള ഒരു സിനിമയിലെ ചെറിയ ഭാഗങ്ങളെ ഇവിടെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്തതിലാണ് ബാക്കി പറയാൻ പറ്റുക. എന്തായാലും ഇതിലെ ആ കപ്പിൾസ് ആയിട്ട് ആദ്യം ബിഗ് ലൂസിൽ പോയ ആളുകൾ തമ്മിൽ പിരിയുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പിൾസിലെ ആ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് പേര് ഇപ്പൊ എന്താ ഇടുക എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു പേരിടുക നമുക്ക് തൽക്കാലം. ക്യാരക്ടറുടെ പേര്, ഭർത്താവിന്റെ പേര് ഫന. ഫന പോരെ? ഫന. ഭാര്യയുടെ പേര് നമുക്ക് തൽക്കാലം ജന. രണ്ടും ഒരുമിച്ച് നിന്നോട്ടെ, ജന. അപ്പൊ ഈ ജനയും ഈ ഫിനയും തമ്മിൽ തല്ലുണ്ടായിട്ട് അവർ ബന്ധം വേറിട്ട് പോകുന്നുണ്ട്. അതൊരു സൈഡിലൂടെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഈ ജന എന്ന സ്ത്രീക്ക് ഒരുപാട് അവിഹിതങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഫിനച്ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ ഇവിടെ ജന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജനയുടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ജന ഒളിച്ചോടിപ്പോയ സംഭവങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഫിന ചാനലിലൂടെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ജനയ്ക്ക് മറ്റൊരാളുമായി ഒരു അവിഹിതവും അതിലൊരു ഗർഭം ഉണ്ടാവുന്നുണ്ട്. ആ അവിഹിതത്തിൽപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ ഭയങ്കര വലിയൊരു അവാർഡൊക്കെ നേടിയ ഒരു മനുഷ്യനാണ് ആ ക്യാരക്ടർ. ആ ഒരു മനുഷ്യനുമായിട്ടൊരു അവിഹിതമുണ്ട് എന്നൊക്കെ ഫിന പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫിനയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ ഈ ജനയുടെ ഈ അവിഹിത ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ്. ആ ശബ്ദ സന്ദേശങ്ങൾക്കിടയിൽ അറിയാണ്ട് ജന പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. അവർ GCC കൺട്രികളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ അവിടെ വെച്ചുകൊണ്ട് ഈ സ്മഗ്ലിങ്ങിന്റെ ഒരു ടീമിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. അവിടെ നിന്നും തൻ്റെ ആ കാമുകൻ രക്ഷപ്പെടുത്തുന്നു. ആ കാമുകൻ ഇവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി ആ ഒരു കാമുകന് ഇതിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ ട്വിസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ പറയാൻ കഴിയില്ല, അത് ക്ലൈമാക്സിലേക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ജന ഒരു കള്ളഗർഭമൊക്കെ പുറത്ത് വിടുന്നുണ്ട്. കള്ളഗർഭമൊക്കെ പുറത്ത് വിട്ടിട്ട് കോടികളൊക്കെ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു
കാറ് വാങ്ങുന്നുണ്ട്. ആ കാറിന് പണം കൊടുക്കാതെ അവിടെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അതിനിടയിൽ ഫിന പതുക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫിനയെ പിന്നെ കാണുന്നില്ല. പിന്നെ ജന ഇങ്ങനെ ഏറി കേറി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു ജനയും ബിഗ് ലൂസിലെ തന്നെ മുൻപത്തെ ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഈ സിനിമയിലെ മുൻപത്തെ ഒരു കോണ്ടസ്റ്റന്റ് ഉള്ള ഒരു വ്യക്തി എം യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ വഴി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ കോൺട്രവേഴ്സികൾ ഉണ്ടാവുകയാണ്. ആ ഒരു വ്യക്തി ഇതിനെ എതിർക്കുന്നു. ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പുറത്തുവിടാം, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ജന കൃത്യമായ ഒരുപാട് എവിഡൻസുകളും ഒരുപാട് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആ ചേച്ചിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരത് നിരന്തരം പുറത്തും വിടുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഫ്ലുവാണം സീരീസ് അല്ലെങ്കിൽ ഒരു എന്താണ് യൂണിവേഴ്സൽ അല്ലേ, യൂണിവേഴ്സൽ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തു വരുന്നു. ഈ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇതൊന്നും ഭരണകൂടം ഒന്നും അന്വേഷിക്കാത്ത ഒരു സൈഡിലൂടെ പോകുന്നു. പക്ഷെ ഇതിനൊക്കെ നിമിത്തമാവുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതെന്തായാലും ഈ പാർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അത് അടുത്ത പാർട്ടിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പോയാലോ വെച്ചിട്ടാണ്. അങ്ങനെ ലാസ്റ്റ് ബിഗ് ലൂസിൽ വന്ന ഒരു വ്യക്തി ഇതിനൊക്കെ വീണ്ടും ഇരയാക്കപ്പെടുകയാണ്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവരതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയും കൂടി ഈ ഒരു കഥയിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തികച്ചും സാങ്കല്പികമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നുള്ളതാണ്. കാസ്റ്റിംഗ്, അതേപോലെ തന്നെ ഇതിലെ മറ്റുള്ള കഥാ തന്തുകൾ അതൊക്കെ കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കഥയിൽ നമുക്ക് ദുബായ് വരെ എത്തിച്ചു നിർത്താം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് അടുത്തൊരു എപ്പിസോഡിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഇൻട്രോ വയ്ക്കാം. അതിൽ റൂഹുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ബിഗ് സ്മഗ്ലേഴ്സിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു കിഡിലൻ ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. റിയൽ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഇതിൽ എല്ലാ തന്തുവും ഉണ്ടാവും എന്നുള്ളതാണ്. തമാശയുണ്ടാകും, ഫൈറ്റ് ഉണ്ടാകും, പാട്ട് ഉണ്ടാകും, പിന്നെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഒരു സിനിമ. ഭാവിയിൽ ഒരു സിനിമാ സംവിധായകനാവണമെന്നാണല്ലോ എൻ്റെ ഒരു ആഗ്രഹം. ഒരുപാട് ഷോർട്ട് ഫിലിംസും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥകളും ഞാൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. സിനിമ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ സിനിമയിലേക്ക് എത്തുക, ഒരു സിനിമ സംവിധാനം ചെയ്യുക, ഒരു തിരക്കഥ എഴുതുക, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് എന്നുള്ളതാണ്. അതിലേക്ക് എത്തുവാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ വെക്കുള്ളൂ. അപ്പോൾ ഈ സിനിമക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യൂ. കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. വീണ്ടും വരാം പുതിയ കഥകളുമായി. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.